കുറേ നാടൻ റെസിപ്പീസ് ആയില്ലേ, ഇനി ഒന്ന് മാറ്റി പിടിച്ചാലോ? ഇന്ന് നമുക്കൊരു ബർഗർ ആയാലോ? ഒരു നാടൻ ബർഗർ, ഒരു മിനി പൊറോട്ട ബർഗർ. അപ്പോൾ അതിന് വേണ്ട സോസ് ആദ്യം റെഡിയാക്കാം. നമ്മളൊരു ഹോം മെയ്ഡ് സോസാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടി 2 ബോയിൽഡ് എഗ്ഗിൻ്റെ വൈറ്റ്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ അതിലേക്ക് ഉപ്പും 2 ഡ്രൈഡ് ചില്ലിയും 2 കഷ്ണം വെളുത്തുള്ളിയും, ഇതെല്ലാം കൂടെ ഇട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്താൽ നമ്മുടെ സ്പൈസി എഗ് മയോ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പാറ്റീസിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതും ഹോം മെയ്ഡാണ് കേട്ടോ. കുറച്ച് ചിക്കൻ ബ്രസ്റ്റും ഒനിയനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലീസും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തു. അതിനെ ബോൾസാക്കി കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് നമ്മൾ പാനിലിട്ട് 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സ്മാഷ്ഡ് ചിക്കൻ പാറ്റീസ് റെഡിയായി. ഇനി ഈ പാറ്റീസിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസും വെച്ച് മെൽറ്റാക്കിയ നമ്മുടെ ചിക്കനും റെഡിയായി. ഇനി നമുക്ക് ബർഗറിൻ്റെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. എനിക്ക് ഈ പുറത്തുനിന്ന് മേടിക്കുന്ന ചിക്കൻ പാറ്റീസ് വെച്ച ബർഗർ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ് ഈ ഹോം മെയ്ഡ് ചിക്കൻ പാറ്റീസ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ പോരാ, ഇറ്റ് ഈസ് വെരി ടേസ്റ്റി ആക്ച്വലി. അപ്പോൾ എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ചിക്കൻ പാറ്റീസ് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്താക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ സോസിലേക്ക് ഞാൻ 1 സ്പൂൺ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു എരിവും മധുരവും ഒക്കെ ഒന്ന് ബാലൻസ് ആക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിനി പൊറോട്ടാസിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഓയിലൊക്കെ ഒന്ന് വേണമെങ്കിൽ സ്പ്രെഡാക്കാം. ഞാനിപ്പോൾ ഓയിലൊന്നും സ്പ്രെഡാക്കിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് 2 സൈഡും ഒന്ന് ടോസ് ചെയ്ത് ഒന്ന് കുക്കാക്കി എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സോസ് റെഡിയായി, പൊറോട്ട റെഡിയായി, പിന്നെ എന്താ ചിക്കൻ പാറ്റീസും റെഡിയായി. നമുക്കിനി ഇതിനെ അസംബിളാക്കാം. അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് നമ്മുടെ കുഞ്ഞൻ പൊറോട്ടയെ ആദ്യം വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് നമ്മളുടെ ഹോം മെയ്ഡ് സ്പൈസി എഗ് വൈറ്റ് മയോ ഇട്ട് ഒന്ന് സ്പ്രെഡായി കൊടുക്കാം. അതിലേക്ക് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ലെറ്റസ് ലീവ്സും വെച്ച് കൊടുക്കുക. എത്ര വേണമെങ്കിലും വയ്ക്കുക കേട്ടോ. പിന്നെ അതിന് മുകളിലേക്ക് ഞാൻ 2 ചിക്കൻ പാറ്റീസാണ് വയ്ക്കുന്നത്. ഇരിക്കട്ടെ, ഡബിൾ ലെയറൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ 2-3 കഷ്ണം ഓണിയൻസ് കട്ടാക്കിയതും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കും നമ്മുടെ സോസ് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ സെക്കൻഡ് ലെയറായിട്ടുള്ള പൊറോട്ടയും വയ്ക്കാം. തീർന്നു, നമ്മുടെ ബർഗർ റെഡിയായി. ഇനി എന്താ, എടുക്കുക, കഴിക്കുക. എടുത്ത് കഴിക്കുക, അത്ര തന്നെ. നമ്മുടെ ബർഗറിനെ കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ പൊറോട്ടയാണെന്നുള്ളൊരു കുഴപ്പമുണ്ട്. പിന്നെ ചീറ്റ് ഡേയ്സിൽ ഇതൊക്കെ കുഴപ്പമില്ല അല്ലേ. 2 കഷ്ണം ബ്രെഡൊക്കെ നമുക്ക് അങ്ങനെ കഴിക്കാം, പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും ഈ പൊറോട്ട ബർഗർ ഒന്ന് ട്രൈ ആക്കി നോക്കണം. എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാം, നല്ല രുചിയുമാണ്. ചിക്കന് പകരം ബീഫും ആവാം. പിന്നെ വെജിറ്റേറിയൻസിനാണെങ്കിൽ നമുക്ക് ആലു ടിക്കിയോ ഇല്ലെങ്കിൽ സോയ ടിക്കിയോ പനീർ ടിക്കിയോ എന്താണെന്ന് വെച്ചാൽ വെച്ച് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനും ഉണ്ടാക്കാം. പിന്നെ ഈ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് സോസിലൊക്കെ ഒന്ന് മുക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ക്രഞ്ച് ഉണ്ടല്ലോ, അടിപൊളിയാണ്. കൂടെ ഒരു ലൈം ജ്യൂസും കൂടെ കിട്ടിയാൽ കുശാലായി. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ആൻഡ് കമൻറ്റ് ചെയ്യണേ.